അമ്പലം വിഴുങ്ങികൾക്കും നാട് കട്ടുമുടിക്കുന്നവർക്കുമല്ല ഇക്കുറി വോട്ട് കൊടുക്കേണ്ടതെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. ശബരിമല അയ്യപ്പന്റെ സ്വർണത്തിൽ പോലും കൈവെക്കാനുള്ള ധൈര്യവും ധിക്കാരവും നാട് ഭരിക്കുന്നവർക്ക് ഉണ്ടാകുന്നുവെങ്കിൽ അമ്പലം വിഴുങ്ങികൾക്കും കാട്ടുകള്ളന്മാർക്കും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഇടമില്ലെന്ന് ജനാധിപത്യത്തിന്റെ ഭാഷയിൽ അറിയിക്കാനുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പെന്ന് അദ്ദേഹം പറഞ്ഞു. ആനക്കര കൂടല്ലൂർ ഡിവിഷൻ UDF സ്ഥാനാർത്ഥി പര്യടനം കൂടല്ലൂർ കൂട്ടക്കടവിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു VT ബൽറാം. നാട് കട്ടുമുടിക്കുന്ന ആളുകൾക്കല്ല ഇത്തവണ വോട്ട് നൽകേണ്ടത്. തുടർ ഭരണം എത്രത്തോളം അഹങ്കാരത്തിലേക്കും ധാർഷ്ട്യത്തിലേക്കും ധിക്കാരത്തിലേക്കും തോന്നിയാസത്തിലേക്കും ഇടതുമുന്നണിയെ നയിച്ചിരിക്കുന്നു എന്നുള്ളത് ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകളിലൂടെ നമുക്ക് ബോധ്യമാവുകയാണ്. കളിച്ച് ശബരിമല അയ്യപ്പന്റെ സ്വർണത്തിൽ കൈവയ്ക്കാൻ പോലുമുള്ള ധൈര്യവും ധിക്കാരവും ഇന്ന് നാട് ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാട് കളവ് ചെയ്തതിന്റെ പേര് CPM-ന്റെ ഉന്നത നേതാക്കന്മാർ ഓരോരുത്തരായി മുൻ MLA-മാർ അടക്കമുള്ള ആളുകൾ ജയിലിൽ പോകുന്ന കാഴ്ച ഈ കേരളം കാണേണ്ടി വരുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള അമ്പലം വിഴുങ്ങികൾക്ക് കാട്ടുകള്ളന്മാർക്ക് ഈ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലിടമില്ല എന്ന് ജനാധിപത്യത്തിന്റെ ഭാഷയിൽ പറയാനുള്ള ദിവസമാണ് പ്രിയപ്പെട്ടവരെ ഈ 11-ാം തീയതി. പോളിംഗ് ബൂത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ പ്രതിനിധാനം ചെയ്യുന്നത് നമ്മുടെ രാഷ്ട്രീയത്തെയോ നമ്മുടെ വ്യക്തിപരമായ വിശ്വാസത്തെയോ മാത്രമല്ല ഈ നാടിന്റെ മോചനത്തിന്റെ സ്വപ്നങ്ങളെ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ മോചനം ആഗ്രഹിക്കുന്ന, നല്ല മാറ്റം ആഗ്രഹിക്കുന്ന ഇവിടുത്തെ നല്ല കമ്മ്യൂണിസ്റ്റുകൾ പോലും, നല്ല ഇടതുപക്ഷക്കാർ പോലും, നല്ല CPM-കാരും CPI-കാരും പോലും ഇത്തവണ ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പം നിൽക്കും. ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് UDF സ്ഥാനാർത്ഥികൾക്ക് കൂടല്ലൂരിൽ ഊഷ്മളമായ വരവേൽപ്പ് നൽകി. UDF സ്ഥാനാർത്ഥി പര്യടനം കൂടല്ലൂർ കൂട്ടക്കടവിൽ KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി PM അസീസ് മുഖ്യപ്രഭാഷണം. പ്രിയപ്പെട്ട സഹോദരി ഗീത ഈ പാനലിനെ പ്രതിനിധീകരിച്ചുകൊണ്ട്, ഈ പാനലിന് നേതൃത്വം നൽകിക്കൊണ്ട് UDF-ന്റെ സ്ഥാനാർത്ഥിയായി 5-ാം വാർഡിൽ മത്സരിക്കുന്നു. അവരെ വിജയിപ്പിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്താൽ എങ്ങനെ ആകണമെന്ന് ഈ 5-ാം വാർഡുകാർ കാണിച്ചു കൊടുക്കണം. UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ സലീം കൂടല്ലൂർ അധ്യക്ഷത വഹിച്ചു. കൺവീനർ അഡ്വക്കേറ്റ് ബഷീർ സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ T സ്വാലിഹ് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേട്ടങ്ങൾ വിശദീകരിച്ചു. CT സൈദലവി, K ബാലകൃഷ്ണൻ, KP മുഹമ്മദ് എന്നിവർ ആശംസകൾ നേർന്നു. PPK അഹമ്മദ്, MV സിദ്ദീഖ്, PM മുജീബ് എന്നിവർ സ്ഥാനാർത്ഥികളെ ഷോൾ അണിയിച്ചു. ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന PP ഇന്ദിരാദേവി ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് കൂടല്ലൂർ ഡിവിഷൻ സ്ഥാനാർത്ഥി EP ഗോപാലകൃഷ്ണൻ എന്നിവർ സ്ഥാനാർത്ഥികൾക്കൊപ്പം പഞ്ചായത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി. 4-ാം വാർഡ് സ്ഥാനാർത്ഥി ഷീബ പുളിക്കൽ, 5-ാം വാർഡ് സ്ഥാനാർത്ഥി MT ഗീത, 6-ാം വാർഡ് സ്ഥാനാർത്ഥി സത്യൻ ശശി, 3-ാം വാർഡ് സ്ഥാനാർത്ഥി സീനത്ത് പുളിക്കൽ, 7-ാം വാർഡ് സ്ഥാനാർത്ഥി അശ്വതി മലമക്കാവ്, 11-ാം വാർഡ് സ്ഥാനാർത്ഥി സൽമ ബഷീർ, 10-ാം വാർഡ് സ്ഥാനാർത്ഥി മനോജ്, 8-ാം വാർഡ് സ്ഥാനാർത്ഥി PV വേണുഗോപാൽ, 2-ാം വാർഡ് സ്ഥാനാർത്ഥി മോഹനൻ, 16-ാം വാർഡ് സ്ഥാനാർത്ഥി അംബിക ടീച്ചർ എന്നിവർ പങ്കെടുത്തു. കൂടല്ലൂർ, പട്ടിപ്പാറ, മണ്ണിയം, പെരുമ്പലം, കുമ്പിടി, പന്നിയൂർ, നെയ്യൂർ എന്നിവിടങ്ങളിലെ പര്യടനത്തിന് ശേഷം സ്ഥാനാർത്ഥികളുടെ പര്യടന ജാഥ മലമക്കാവിൽ സമാപിച്ചു. പര്യടന ജാഥയിൽ ഉടനീളം മുനീബ് ഹസൻ, അഡ്വക്കേറ്റ് ബഷീർ എന്നിവർ സംസാരിച്ചു. സമാപന വേദിയിൽ 7-ാം വാർഡ് സ്ഥാനാർത്ഥി അശ്വതി മലമക്കാവ് നന്ദി പറഞ്ഞു. K ന്യൂസ്, ആനക്കര.